ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പൊന്നാനി കൊല്ലൻപടി മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും ബസ് സർവീസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും പി നന്ദകുമാർ എംഎൽഎയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കൊല്ലൻപടിയിൽ ബസ്സുകൾ സുഗമമായി തിരിക്കാൻ സംവിധാനം ഒരുക്കാനും സർവീസുകൾ പുനഃസ്ഥാപിക്കാനും ധാരണയായി. പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന ബസ്സുകൾ കൊല്ലൻപടിയിലെത്താൻ ബസ് ഉടമകളുമായി നടത്തിയ യോഗത്തിൽ തീരുമാനമായി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉറൂബ് നഗറിൽ റോഡ് അടച്ചതോടെ ബസ്സുകൾ കൊല്ലൻപടിയിലെത്താതെ പള്ളപ്പുറത്ത് നിന്ന് സർവീസ് റോഡ് വഴി ചന്തപ്പടിയിലെത്തുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സാഹചര്യത്തിൽ പി നന്ദകുമാർ എംഎൽഎ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിലാണ് തീരുമാനമായത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ കൊല്ലൻപടി സെൻട്രൽ വരെ എത്തുകയും കവിമുറ്റം ചുറ്റി പള്ളപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോകും. ഇവിടെ നിന്ന് സർവീസ് റോഡോടെ ചന്തപ്പടിയിലെത്താനാണ് തീരുമാനം. കൊല്ലൻപടി സെൻട്രലിൽ നിന്ന് ഉറൂബ് നഗർ വരെയുള്ള ഭാഗത്തേക്ക് ബസ് സർവീസ് ഉണ്ടാകില്ല. കൊല്ലൻപടി സെൻട്രലിൽ ബസ്സുകൾ തിരിക്കാനുള്ള സൗകര്യം അടിയന്തരമായി ഒരുക്കും. പുതിയ തീരുമാനം നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാൻ നഗരസഭ, പോലീസ്, RTO ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. പണിയുടെ പൂർത്തീകരണം ഓരോ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കാപ്പിനിക്കാട് തൊട്ട് കുറ്റിപ്പുറം വരെയുള്ള പ്രദേശങ്ങൾക്കകത്ത് കുറേ വർക്ക് നടന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ കൊല്ലംപടിയിലെ യാത്രാ ക്ലേശവുമായി ബന്ധപ്പെട്ട പ്രശ്നം. കൊല്ലംപടി നമുക്കറിയാം, നിരവധി വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ യാത്രക്കാരൊക്കെ പോകേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കൊല്ലംപടിയെ സംബന്ധിച്ചിടത്തോളം. അവിടേക്ക് ബസ് വരാൻ കഴിയാത്തൊരു പ്രശ്നം വന്നു. സ്വാഭാവികമായും അതിനടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളും ഒക്കെ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നാഷണൽ ഹൈവേൻ്റെ കോൺട്രാക്ടർമാരുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, RTO ഉദ്യോഗസ്ഥന്മാരുണ്ട്, പിന്നെ ഭാരവാഹികളുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇവരൊക്കെയുണ്ട്. ബസ് ഉടമ സംഘത്തിൻ്റെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും കൂട്ടായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരുടെയും ആഗ്രഹം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം തന്നെയാണ്. ആരും എതിരായിട്ടൊന്നല്ല. പിന്നെ അവരാൻ്റെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ശാശ്വത പരിഹാരം കാണുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് കൊടുക്കുന്ന നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം ഉടനെ നടപ്പാക്കണം. അതിന് ബസ് ഉടമകൾക്കുള്ള സാങ്കേതിക പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം കുറച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് യാത്രാക്ലേശം പരിഹരിക്കാമെന്നതിനെ സംബന്ധിച്ച് അവരും സജഷൻ വെച്ച് അത് അംഗീകരിക്കാവുന്ന നിർദ്ദേശങ്ങൾ അവരും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് ഇന്ന് പരിഹാരം കാണാനും അവിടുത്തെ റോഡ് ഗതാഗതം തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റം ചെയ്യാനും ഒക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ തന്നെ പോയിട്ട് ബന്ധപ്പെട്ട സ്ഥലമെല്ലാം പരിശോധിച്ച് തീരുമാനമെടുക്കും. ഇതിൽ എല്ലാ നാട്ടുകാരുടെ സഹായ സഹകരണമാണ്. നഗരസഭയും RTO ഉദ്യോഗസ്ഥന്മാരും പോലീസും ഇത് മോണിറ്റർ ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്കും വരുന്നുണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ട് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ട് ഈ കാര്യം നടപ്പാക്കുന്നത്. ബസ്സുകൾ കൊല്ലൻപടിയിലെത്താതെ പള്ളപ്പുറത്ത് നിന്ന് തിരിച്ചു പോകുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കോൺഗ്രസിന്റെയും CPMന്റെയും നേതൃത്വത്തിൽ നാട്ടുകാർ ബസ് തടഞ്ഞത് ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിലാണ് ബസ് ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും RTO ഉദ്യോഗസ്ഥരുടെയും ദേശീയപാത അധികൃതരും സംയുക്ത യോഗം വിളിച്ചു ചേർക്കാൻ MLA തീരുമാനിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ, സംയുക്ത ബസ് ഓണേഴ്സ് ഭാരവാഹികളായ UK മുഹമ്മദ്, ബാബു പൊന്നാനി, പ്രബുൽ ഒലിയിൽ, AMVI അഷ്റഫ് സുർപ്പിൽ, CPIM ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി, KNRCL പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു. കൊല്ലംപടി ഒരു സ്തൂപുണ്ട്. ആ സ്തൂപത്തിൻ്റെ അവിടെ മാത്രം അവിടുത്തെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് ബസ്സുകാർ സഹിച്ചാലും യാത്രക്കാരുടെ ക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി സമയം ഞങ്ങൾ ഇല്ല. കാരണം 20 മിനിറ്റും 25 മിനിറ്റും 30 മിനിറ്റും എടപ്പാൾ പൊന്നാനി ഓടുന്നതാണ്. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് ചുറ്റി പള്ളപ്പുറം പാലത്തിൻ്റെ അടിയിൽ കൂടെ സർവീസ് റോഡിൽ കൂടെ വീണ്ടും ചന്തപ്പടി വന്ന് കയറുന്ന സ്ഥിതിയാണ് ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾ സമയമില്ലെങ്കിലും അത് ഓടാൻ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിച്ചുകൊണ്ട് അതുപോലെ തന്നെ MLAയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും. സ്ഥലം NHൻ്റെ അവിടെ സർവീസ് റോഡിൻ്റെ അവിടെ NHൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ നേരിട്ട് പോയി കാണിച്ചു കൊടുത്ത് അവിടെ ചില സൗകര്യങ്ങൾ പെടുത്തുന്നതിനും അതുപോലെ തന്നെ കൊല്ലംപടിയുടെ അവിടെയുള്ള U-turn മാറ്റുന്നതിനു വേണ്ടിയും അത് ജനങ്ങളും ബസ് ഉടമകളും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി സഹകരിച്ച്
ഈ യാത്രാ ക്ലേശം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഇപ്പം തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കാണിച്ചു കൊടുത്ത് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. KNRCL പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ.